അറിവിൻ്റെ വെളിച്ചവുമായി എത്തുന്ന ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ പള്ളിപ്പുറം ദേശത്തുള്ള ശാന്തി നിലയം ആശ്രമത്തിലെ ആചാര്യൻ തത്വരൂപാനന്ദ സരസ്വതി സ്വാമിജിയാണ് വേദവിജ്ഞാനം പകരുവാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. ജ്യോതിർഗമയ എന്നാണ് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ജ്യോതിർഗമയ എന്ന പദം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു നാമം, പ്രാർത്ഥനാ മന്ത്രം എങ്ങനെയാണ് സ്വാമിജി അതിൻ്റെ ഒരു സാരാർത്ഥം പറഞ്ഞു തരിക? ഇതൊരു പ്രാർത്ഥനയാണ്. ഇത് വരുന്നത് ബൃഹദാരണ്യക ഉപനിഷത്തിലാണ്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. അസത്തിൽ നിന്ന് സത്തിലേക്ക് എന്നെ നയിക്കുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്ക് എന്നെ നയിക്കുക. അസത്തിൽ നിന്ന് സത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അസത്ത് സത്ത് ഈ രണ്ട് വാക്കുകളെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. സത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത വസ്തു. അസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നിലനിൽക്കുന്നത്. അതാണ് അസത്ത് എന്നുള്ള വാക്കിന്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ജനിച്ച് നിലനിന്ന് നശിക്കുന്നതാണ്. ഈ കാണുന്ന പ്രപഞ്ചം നമ്മൾ സത്യമാണെന്ന് ധരിക്കുന്നു. സത്യമാണെന്ന് ധരിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് പോകുമ്പോൾ നമുക്ക് വിഷമം വരുന്നു. ഒരു ലോകത്തോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു വൈകാരികമായിട്ടൊരു ബന്ധം, ഈ ബന്ധം ഉള്ളിടത്തോളം കാലം നമുക്ക് ദുഃഖമുണ്ടായിരിക്കും. ബന്ധം എന്ത് ബന്ധം? അറ്റാച്ച്മെൻറ്റ്. ഇനി അറ്റാച്ച്മെൻറ്റ്, ഓവർ അറ്റാച്ച്മെൻറ്റ്, അഭിനിവേശം എന്ന് പറയും. അഭിനിവേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമുക്ക് ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകം നമുക്ക് നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് ലോകം നിലനിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ടാകും. അപ്പോൾ ആ സത്തായിട്ടുള്ള വസ്തുവിലേക്ക്, ഒരിക്കലും നശിക്കാത്ത വസ്തുവിലേക്ക് എന്നെ നയിച്ചാലും എന്ന് പറയും. ഈ പ്രാപഞ്ചികമായിട്ട് ജനിച്ച് നിലനിന്ന് നശിക്കുന്ന വസ്തുക്കളിൽ നിന്ന് എൻ്റെ മനസ്സിനെ മാറ്റി ശാശ്വതമായി നിലനിൽക്കുന്ന വസ്തുവിലേക്ക് എൻ്റെ മനസ്സിനെ നയിച്ചാലും. മനസ്സാണല്ലോ. ഇനി തമസോമ ജ്യോതിർഗം. തമസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അജ്ഞാനം, അറിവില്ലായ്മ. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ, അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ പ്രാപഞ്ചികമായിരിക്കുന്ന അറിവുണ്ട്. ഈ അറിവിനെയെല്ലാം അതിക്രമിച്ചിരിക്കുന്ന ഒരറിവുണ്ട്. അങ്ങനെ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയോ എന്ന് ചോദിച്ചാൽ അറിയും. വീണ്ടും അറിയോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ അറിയും എന്ന് പറയുന്ന ഒരാളും അറിയില്ല എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അറിയും എന്നുള്ളത് എനിക്കറിയാം, അറിയില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതിന് യഥാർത്ഥ അറിവ് മനസ്സിലായില്ല. അങ്ങനെയുള്ള ആ തമസിൽ നിന്ന്, അതായത് പ്രാപഞ്ചികമായിരിക്കുന്ന ഈ അറിവ്, അതിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള അറിവിലേക്ക് എന്നെ നയിച്ചാലും. ജ്യോതിഹി, ജ്യോതി എന്ന് പ്രകാശം. വാസ്തവത്തിൽ ജ്യോതി എന്നുള്ളതിന് പ്രകാശമാണ്. തമസോമ ജ്യോതിർഗമയ. മൃത്യോർമ, മൃത്യു. മൃത്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിക്കുന്നത്. എവിടെയെല്ലാം നാശമുണ്ട്, മാറ്റമുണ്ടോ, അതൊക്കെ മൃത്യുവുണ്ട്. വാസ്തവത്തിൽ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ജഗത്ത്. ജഗത്ത് എന്നുള്ള വാക്കിന് അർത്ഥം പറയുന്നതാണ് ജായത്തെ ഗച്ഛതി ഇത് ജഗത്ത്. ജനിക്കുന്നു, പോകുന്നു, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ജഗത്തിൽ നിന്ന് എൻ്റെ മനസ്സിനെ മാറ്റി മാറാത്ത ശാശ്വതമായിട്ടുള്ള വസ്തുവിലേക്ക് നയിക്കാം. അമൃതം. അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സിനെ നയിച്ചാലും. ഇതാണ് ഒരു സാമാന്യമായിട്ടുള്ള അർത്ഥം. ഇതൊരു പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ. എന്നെ അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിച്ചാലും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും, മരണത്തിൽ നിന്ന് മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്നെ നയിച്ചാലും എന്നൊരു പ്രാർത്ഥനയായിട്ട് എടുക്കണം.
സ്വാമിജി നേരത്തെ പറഞ്ഞു ഈ പ്രാർത്ഥനാ മന്ത്രം ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്നാണ്, അപ്പോൾ വേദത്തിൽ നിന്നാണ്. വേദം എന്ന് കേൾക്കുമ്പോൾ സാമാന്യ ജനത്തിന് എത്രത്തോളം ആഴത്തിൽ അർത്ഥമറിയുമോ എന്നറിയില്ല. അത് എനിക്ക് രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, നാരായണീയം, ജ്ഞാനപ്പാന, ഹരിനാമകീർത്തനം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിച്ച് അല്ലെങ്കിൽ ഇതിഹാസ പുരാണങ്ങൾ വായിച്ച് നേടാൻ പറ്റിയ അല്പമെങ്കിലുമുള്ള അറിവ് ഒരുപക്ഷെ വേദവുമായി ബന്ധപ്പെട്ടില്ല എന്ന് പറയാം. വേദം അറിയുവാൻ, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് എങ്ങനെയാണ് സ്വാമിജി വേദത്തെ പരിചയപ്പെടുത്തുക? ഒന്ന്, വേദം എന്നുള്ള വാക്കിനർത്ഥം തന്നെ അറിവ് എന്നുള്ള അർത്ഥമാണ്. വേദം വിദ്ജ്ഞാനെ എന്നുള്ള ധാതുവിൽ നിന്നാണ് വേദം എന്നുള്ള പദം നിഷ്പന്നമായിരിക്കുന്നത്. വിദ്ജ്ഞാനെ വേദം. അപ്പം അറിവ് എന്ന് പറയുമ്പോൾ എന്തറിവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറിയാനായിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയാൻ സാധിക്കാത്ത അറിവുകളാണ് വേദത്തിലുള്ളത്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയുന്ന വിഷയങ്ങൾ തന്നെ വേദത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പറഞ്ഞിരിക്കുന്നു, അനുവർത്തനം എന്ന് പറയും, അതുപോലെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ അറിയാൻ സാധിക്കാത്ത വിഷയങ്ങളാണ് വേദം. അപ്പോൾ വേദവും നമുക്കൊരു അറിയാനുള്ള ഒരു ഉപകരണമാണ്. പ്രമാണം എന്ന് പറയും, സാധാരണ നമ്മുടെ സംസ്കൃതത്തിൽ പറയും പ്രമാണം. വേദം ഒരു പ്രമാണമാണ്. ഈ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ എനിക്ക് കളറ്, അതായത് നിറമറിയണമെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുപയോഗിക്കും. അപ്പോൾ നിറമറിയാൻ കണ്ണ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി കണ്ണിന് വളരെ ക്ഷീണം പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ചെവി ഉപയോഗിച്ചിട്ട് നമുക്ക് നിറമറിയാൻ പറ്റും? സാധ്യമല്ല. ഇനി ചിലപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ കണ്ണിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലും എനിക്ക് നിറം കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ കണ്ണിന് അറിയാൻ സാധിക്കാത്ത ദോഷമുണ്ടെങ്കിൽ ദോഷമില്ലാത്തൊരു കണ്ണിൽ കൂടി കണ്ട് അതിന് ഞാൻ എൻ്റെ അറിവ് ശരിയാണോ എന്ന് പരിശോധിക്കണം. അതുപോലെ നമുക്ക് കണ്ണെപ്രകാരമാണോ നിറമറിയാനായിട്ട് സാധിക്കുന്നത്, അതുപോലെ തന്നെ ഉള്ള ഒരു ഇന്ദ്രിയം എന്ന് വേണമെങ്കിൽ പറയാം, അതീന്ദ്രിയമായിരിക്കും ഒരു വേദം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, സ്വർഗം, നരകം. ഈ നരകം സ്വർഗം ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമുക്കൊരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സ്വർഗമുണ്ടോ വിശ്വസിക്കാം, സ്വർഗമില്ലേ നമുക്ക് വിശ്വസിക്കാം. ഉണ്ട് എന്നും പറയാനും പറ്റില്ല, ഇല്ല എന്നും പറയാൻ പറ്റില്ല. നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രൂവ് ചെയ്യാൻ നമുക്കത് ഒരിക്കലും അതിനെ സ്ഥിരീകരിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഇതിനൊരു പ്രമാണം, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഉള്ളൊരു പ്രമാണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദമാണ്. സ്വർഗകാമഹ ജ്യോതിഷ്ഠോമേന യജേത ഒരു വാക്യമുണ്ട്. സ്വർഗം ഇച്ഛിക്കുന്ന ഒരുവൻ ജ്യോതിഷ്ഠോമം എന്നുള്ള ഒരു ഹോമമുണ്ട്. ആ ഹോമം വേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശരീര പതനാനന്തരം അവന് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, സ്വർഗത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് വേദത്തിൽ വളരെ വളരെ നന്നായിട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എവിടെയാണോ ജരയില്ല, മൃത്യുവില്ല, എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വർണ്ണനകൾ കേൾക്കുമ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പോകാം, അതിനുള്ള മാർഗവും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഈ ആകാശത്തിനപ്പുറത്ത് ഏതോ ഒരിടത്ത് തന്നെ ആവണം എന്നില്ല, അത് നമുക്കറിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? സ്വർഗം എവിടെയാണോ നരകം എവിടെയാണോ അറിയില്ല. ചിലർ പറയുന്നു എല്ലാം ഇവിടെ തന്നെയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു വേദം എന്നുള്ള ഒരു വിജ്ഞാന സമ്പത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവും അവിടേക്ക് പോകണമെങ്കിൽ പോകാനും ഉള്ള സാധ്യതകളുണ്ട്. മനസ്സിലായി? ചുരുക്കം പറഞ്ഞാൽ വേദം അതിനെ വേണ്ടതുപോലെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ണ് എങ്ങനെയാണോ കളറ്, നിറത്തെ അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്, അതുപോലെ തന്നെ അതീന്ദ്രിയമായിട്ടുള്ള അറിവിനെ നേടാനായിട്ട് നമുക്ക് സാധിക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ സൂര്യനും സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും
അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും ചേർന്നതാണ് സൗരയൂഥം എന്ന് പഠിച്ചിട്ടുണ്ട്. എന്നപോലെ വേദം എന്ന ഒരു സൂര്യജ്യോതിസും ചുറ്റും ഉപനിഷത്തുക്കൾ ആകുന്ന ഉപവേദങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു ക്രമം ഇല്ലേ ഇതിന്? അപ്പൊ വേദത്തെ കുറിച്ച് സ്വാമിജി പറഞ്ഞു, ഉപനിഷത്തുകളെ കുറിച്ച് ചേർത്ത് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാം? സൂര്യൻ സൗരയൂഥം എന്നുള്ളൊരു ഉപമ പറഞ്ഞു. ആ ഉപമ എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വേദം, പുരാണം, ഇതിഹാസം ആ തരത്തിൽ പോകണം. മനസ്സിലായില്ലേ? അപ്പോൾ വേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദത്തെ മുഖ്യമായിട്ടും ആചാര്യന്മാർ രണ്ടായിട്ട് പകുത്തിട്ടുണ്ട്. ചില ആചാര്യന്മാർ മൂന്നായിട്ട് പകുത്തിട്ടുണ്ട്, ചില ആചാര്യന്മാർ നാലായിട്ടും പകുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. രണ്ടായിട്ട് വേദത്തെ നമ്മൾ വിഭാഗിക്കുമ്പോൾ കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് പറഞ്ഞ രണ്ട് കാണ്ഡം. ഇപ്പോൾ കർമ്മകാന്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് യജ്ഞയാഗങ്ങൾ, അതാണ് മുഖ്യമായിട്ട്. മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യന് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹമില്ലാത്ത ആരുമില്ല ഇവിടെ. ഈ ആഗ്രഹങ്ങളെ നിറവേറ്റണമെങ്കിൽ അതിന് ധാർമ്മികമായിട്ടുള്ള ഒരു വഴി നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതുകൊണ്ട് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റാനായിട്ട് നമുക്കൊരു മാർഗം വേണം. ആ മാർഗത്തെ നമുക്ക് കാണിച്ചു തരുന്നതാണ് കർമ്മകാണ്ഡത്തിൽ. ഒരു ഉദാഹരണം ഞാൻ പറയാം. രാമായണം എല്ലാവർക്കും അറിയാം. രാമായണത്തിൽ ദശരഥന് 3 ഭാര്യമാർ. 3 ഭാര്യമാരിലും കുട്ടികളില്ല. ഇനി കുട്ടികളുണ്ടാവാനായിട്ട് എന്ത് വേണം എന്ന് തൻ്റെ കുലഗുരുവായിരിക്കും വസിഷ്ഠനോട് ചോദിച്ചപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, നീ ഋഷ്യശങ്കരനെ വിളിച്ച് ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തണം. ഈ പുത്രകാമേഷ്ടി എന്നുള്ളത് എവിടെ നിന്ന് കിട്ടുന്നത്? കർമ്മകാണ്ഡത്തിലാണ്. മനസ്സിലായില്ലേ? വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിലാണ് പുത്രകാമേഷ്ടി. പുത്രകാമഹ പുത്രകാമേഷ്ടിയ യജേത, ഇങ്ങനൊരു വാക്യം തന്നെയുണ്ട്. ആരാണോ പുത്രനെ ആഗ്രഹിക്കുന്നത് അവൻ പുത്രകാമേഷ്ടി എന്നുള്ള യാഗം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് പുത്രൻ കിട്ടും എന്ന് പറയുന്നു. ഇനി ഒരാൾ പുത്രകാമേഷ്ടി യാഗം നടത്തി പുത്രനെ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ യാഗം വേണ്ടതുപോലെ നടത്തിയിട്ടില്ല, അത് അപൂർണമാണ്. എവിടെയോ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ എന്തെങ്കിലും തടസ്സം, അതായത് എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ തടസ്സം എന്നുള്ളത് നമുക്കറിയില്ല. പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട് ജീവിതത്തിൽ. ഈ തടസ്സങ്ങളെ മാറ്റി മാർഗം സുഗമമാക്കാനായിട്ടുള്ള വഴികൾ വേദത്തിൽ പറയും. കർമ്മങ്ങൾ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മം അറിയണമെങ്കിൽ ആ കർമ്മകാണ്ഡം വേണ്ടതുപോലെ പഠിച്ചിട്ടുള്ള ഒരു വിദ്വാൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നം നമ്മൾ ഉണർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേദജ്ഞാനം അല്ലെങ്കിൽ വേദം പഠിച്ചിട്ടുള്ള അതിൽ നിന്നുള്ള അറിവ് വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് ഇതാണ് പരിഹാരം എന്ന് പറയുന്നത്. പ്രശ്നപരിഹാരങ്ങൾ പറയുന്നതാണ് കർമ്മകാണ്ഡം.